സന്തോഷമായിരിക്കും. അതുപോലെ ക്യാമറ ഓൺ ആക്കാൻ സാധിക്കുന്നവർ ദയവായിട്ട് ഓൺ ആക്കുക. നിങ്ങൾ ജോലി സ്ഥലത്തോ മറ്റോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം. തുടർന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് കയറുകയാണ്. കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക് വർഗീസ് തുൾസയിൽ നിന്ന് ഇന്നത്തെ ക്ലാസ് എടുക്കുവാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം ആക്ട്സ് ഓഫ് അപ്പോസ്തോല പ്രവർത്തികൾ എന്നുള്ള വിഷയമാണ്. തുടർന്നുള്ള 1 മണിക്കൂർ ക്ലാസ് എടുക്കുവാനായി കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ചില വർഷങ്ങൾ ഗിൽഗാൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുമിച്ച് നമുക്ക് ദൈവവചനം പഠിക്കുവാൻ സാധിച്ചു. ഇപ്പോൾ അഗാപ്പെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കെയർ ഓഫിൽ നമുക്ക് ഈ പ്രാവശ്യം ഈ സെമസ്റ്റർ ദൈവവചനം പഠിക്കുവാൻ എനിക്കും പഠിക്കുവാനും എനിക്ക് കർത്താവ് തന്ന ഈ സാവകാശത്തിനായിട്ടും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഭാരവാഹികളായിരിക്കുന്ന പാസ്റ്റർ ഷാജി ദാനിയൽ, പാസ്റ്റർ ലാലു ജേക്കബ്, പാസ്റ്റർ ഷാജൻ പാറക്കടവിൽ, അങ്ങനെ ഇതിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹം വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരെയും ഞാൻ ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സന്തോഷമായിട്ട് ഇന്ന് രാത്രി അവിടെ, പകൽ ഇവിടെ, അമേരിക്കയിൽ ഇപ്പോൾ ഏകദേശം 10:30 സമയമാണ്. നിങ്ങളോടുകൂടെ ചേരുവാൻ കർത്താവിനിക്ക് ഈ സമയം തന്നെ ഞാൻ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയും കൂടുതലായിട്ട് മുഖവരയായിട്ട് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 1-2 കാര്യം പെട്ടെന്ന് സൂചിപ്പിക്കട്ടെ. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഓരോ വാക്യവും എടുത്ത് പഠിക്കുവാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇതിലെ പ്രധാന ചില വിഷയങ്ങൾ എടുത്ത് നമുക്ക് തന്നിരിക്കുന്ന സമയം കൊണ്ട് ഈ വർഷത്തിൻ്റെ ഈ സെമസ്റ്റർ കൊണ്ട് തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു വാർത്ത പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഈ ക്ലാസ്സിന് ഒരു പരീക്ഷ ഉണ്ടായിരിക്കത്തില്ല. നിങ്ങളുടെ അറ്റൻഡൻസ് ആണ് ഇതിന് അത്യാവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന പാസ്റ്റർ ലാലു, പാസ്റ്റർ ഷാജൻ, അവരെ ഇത് നിങ്ങളുടെ അറ്റൻഡൻസ് നോക്കും. അതാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് വിജയമോ പരാജയമോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പഠിക്കാം. മൂന്നാമത്തെ വിഷയം, എല്ലാ ക്ലാസ്സുകളും ദൈവഹിതപ്രകാരം നടത്താനും കഴിയുന്നിടത്തോളം ഞാനൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഒരു സ്ക്രീനിൽ ഇത് എഴുതി നിങ്ങൾക്ക് തരികയും അത് ക്ലാസ്സിൻ്റെ അവസാനമായിട്ട് ഇതിൻ്റെ ഭാരവാഹികൾ അത് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കേൾക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു കാര്യം കൂടെ പറയേണ്ടത്, ഞാൻ മലയാളത്തിൽ ഒരു മലയാളിയാണെങ്കിലും വർഷങ്ങളായിട്ട് മലയാളത്തിൽ പഠിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യാത്തത് കൊണ്ട് ഇംഗ്ലീഷിലാണ് കൂടുതൽ അതിന് സാധിക്കുന്നത്. എന്നാൽ ഈ ക്ലാസ് മലയാളത്തിൽ എടുക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഈ കാര്യങ്ങൾ എഴുതി അത് മലയാളത്തിലേക്ക് ആക്കി നിങ്ങളോട് സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ ചിലപ്പോൾ ആ വാക്കിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് ക്ഷമിക്കണം. അത് പോയിന്റ് ഔട്ട് ചെയ്താൽ ഞാനത് മാറ്റാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സിലെ കുറിച്ച് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിൻ്റെയും അവസാനം അല്പസമയം അതിനുവേണ്ടി നമ്മുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം. അതുകൂടാതെ അതുകൊണ്ട് നിങ്ങളുടെ സംശയം തീർന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാനുമായിട്ട് ബന്ധപ്പെടാനുള്ള അതിൻ്റെ ഫോൺ നമ്പർ, മെസ്സേജുകൾ പാസ്റ്റർ ലാലു ജേക്കബ് നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ഒരു കാര്യം മുഖവരയായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ദൈവനാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പഠനത്തിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നിനും വേണ്ടിയല്ല,
ഞാൻ ഏതൊരവസ്ഥയിൽ നിന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ വേണ്ടി ഞാൻ 1976 വിശ്വാസത്തിൽ വന്ന് അന്നു മുതൽ ഒരു സുവിശേഷകൻ, പാസ്റ്റർ, മിഷണറി എന്ന ഏകദേശം 50 വർഷത്തോളം കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലി എന്ന് പറയുന്ന അമേരിക്കയിൽ ടൾസ, ഒക്ലഹോമ എന്ന് പറയുന്ന ആ പട്ടണത്തിൽ ഉള്ള ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലിയുടെ സ്ഥാപക പാസ്റ്റർമാരിൽ ഒരാളും സീനിയർ പാസ്റ്ററും പ്രസിഡന്റുമായിട്ട് കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ സേവനം അനുഷ്ഠിക്കും. അതോടുകൂടി തന്നെ ഞാൻ കഴിഞ്ഞ ഏകദേശം 50 ഇയേഴ്സ് ഒരു ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഒക്ലഹോമ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ക്ലിനിക്കൽ പ്രൊഫസറായിട്ടും പ്രവർത്തിക്കുന്നു. ഇത് ചെറിയൊരു മുഖവരയായിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സകല മഹത്വവും കർത്താവ് തന്നെ ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പഠനത്തിന്റെ വിഷയം, ബുക്കിന്റെ പേര് പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ലാലു പറഞ്ഞു അപ്പോസ്തല പ്രവൃത്തികൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതാണോ ഇതിന്റെ പേര്, കൃത്യമായ പേര്, അതോ വേറെ എന്തെങ്കിലും ഒരു പേര് ഇതിനെ കുറച്ചുകൂടെ കൊള്ളാവുന്നതാണോ എന്ന് നമുക്ക് 1-2 നിമിഷം ഒന്ന് ചിന്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ വേദപുസ്തകത്തിൽ എഴുതിക്കുന്ന ദ ബുക്ക് ഓഫ് ആക്ട്സ്, പ്രവൃത്തികളുടെ പുസ്തകം എന്നാണ് എഴുതിക്കുന്നത്. അങ്ങനെയാണ് കൂടുതലായിട്ട് മലയാളത്തിലും അത് നമ്മൾ കാണപ്പെടുന്നത്, പ്രവൃത്തികളുടെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ആ പ്രവൃത്തി പുസ്തകം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചോദ്യം ഉണ്ടാകും, ആരുടെ പ്രവൃത്തികളാണ് ഈ പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പലരും ഇതിനെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നതിന് കാരണം ഈ പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലന്മാരെ ചെയ്യുന്ന, ദൈവനാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മ ശക്തിയോടെ കർത്താവിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് നാം ഇതിനെ വിളിക്കുന്നത്. മാത്രമല്ല, അവിടെ ഏദോം എന്ന് പറയുന്ന ദേശത്തിനെതിരായിട്ട് ഒബദിയാവിനെയും ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയായി. അപ്പോൾ ഈ ഓക്കെ, സോറി, ആരോ വേറൊരാള്. അതുപോലെ എനിക്കിവിടെ എന്തോ ഒരു there is something in ഇവിടെ ഈ ചെറിയ ചില ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. I don't know what it is. Anyway, we will go with that. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നതിന്റെ കാരണം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. എന്നാൽ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ, ഇന്നത്തെ ക്ലാസ് മിക്കവാറും ഒരു മുഖവര എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ബോറായിട്ട് തോന്നിക്കരുത്. ഇത് വളരെ സന്തോഷമായിട്ടുള്ളൊരു ക്ലാസ്സാണ്, വളരെ അനുഗ്രഹമായിട്ടുള്ളൊരു ക്ലാസ്സാണ്. എന്നാൽ ഇന്ന് ചില മുഖവരകൾ പറയണം, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും അപ്പോസ്തലനായ പത്രോസിൻ്റെയും പിന്നീട് ശേഷമായിട്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെയും പ്രവർത്തനങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ടും ഈ ബുക്കിൽ, ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ മറ്റുള്ള 10 അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് കാര്യമായിട്ടൊന്നും ഈ പുസ്തകത്തിലില്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല, എങ്കിലും അത് എത്രമാത്രം ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഒരു ചിന്താ വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. വേറൊരു പേര് ദി ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന ഒരു പുസ്തകമായിട്ട് ചിലതിനെ പറയാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വായിച്ചു നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട്, അനേക സ്ഥലങ്ങളിലായിട്ട് ഈ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 എക്സാമ്പിൾ, 1-2 അതിൻ്റെ എക്സാമ്പിൾ തന്നാൽ, പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 29, ഈ പുസ്തകത്തിലെ 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് നീ ഇപ്പോൾ ഇവിടുന്ന് ഇന്ന സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ പേര് വിളിച്ചിരിക്കുന്നതായ ബർന്നബാസിനെയും പൗലോസിനെയും എനിക്ക് വേണ്ടി, എൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുവിൻ
എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തിന് ദി ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇതിനും അപ്പുറമായിട്ട് വേറെ കാര്യം ചിന്തിക്കാൻ സാധിക്കുന്നത് എഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ എന്ന് ഈ പുസ്തകത്തിനെ വിളിക്കുന്നവരുണ്ട്. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേക കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അനേക റെഫറൻസുകൾ നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 47-ാം അധ്യായത്തിൽ ബാക്കി നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ജനത്തെ സംസാരിക്കുന്നതായിട്ട്, അതുപോലെ തന്നെ 7-ാം അധ്യായത്തിലെ സ്തേഫാനോസിൻ്റെ പെർസിക്യൂഷൻ്റെ സമയത്ത് കർത്താവ് അവിടെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 9-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ വേർപാടിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവാണ് പൗലോസിനോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 10-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ കൊർന്നല്യോസിനോട് കർത്താവ് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ ഉയർത്തവനായ കർത്താവ് ഇവിടെ ഇതിൽ കൂടി പ്രവർത്തിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദി ആക്ട്സ് ഓഫ് ദ റിസൺ ക്രൈസ്റ്റ് എന്ന് വേണ്ടി പറയാം. പൊതുവായിട്ട് ഈ പുസ്തകത്തെ നാം അറിയപ്പെടുന്നത് അപ്പോസ്തല പ്രവർത്തികൾ എന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിതൊരു ഡിബേറ്റിന് വേണ്ടിയല്ല ഇത് പറഞ്ഞത്. നിങ്ങൾക്കൊരു പശ്ചാത്തലം ഒരുക്കുക. എന്താണ് ഈ ബുക്കിന്, എന്താണ് ഈ പുസ്തകത്തിന് അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയാൻ കാരണം, എന്തുകൊണ്ടാണ് ഇതിന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്ന് പറയാൻ കാരണം എന്നൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഞാൻ ഇതിന് മുഖവരയിൽ കൂടി പറയുമ്പോൾ ഇതാരാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനുവേണ്ടി ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഒരാൾ മലയാളത്തിൽ വേദപുസ്തകം ഉള്ളവര് ഇത് ഒന്ന് വായിച്ച് സഹായിക്കണം. അത് എനിക്കറിയാം അനേകർക്ക് വായിക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ ഒരാൾ മാത്രം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ മലയാളത്തിൽ ഒന്ന് വായിച്ച് ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണ്, ഇതാരാണ് ഇത് എഴുതിയത് എന്ന് നമുക്ക് അതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് വായിച്ചാൽ. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം മതി അത്രയും. താങ്ക് യു സിസ്റ്റർ, ഗാഡ് ബ്ലസ് യു. തിയോഫിലോസെ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്ത് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ കാര്യം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കോസ് എഴുതുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ലൂക്കോസ് ഇതേ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. തിയോഫിലോസിനെ ഓടാണ് സംസാരിക്കുന്നത്. ആ തിയോഫിലോസിനെയാണ് ഇവിടെയും താൻ പറയുന്നത്, എൻ്റെ ആദ്യത്തെ ലേഖനം, ആദ്യത്തെ പുസ്തകം കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഈ 2-ാമത്തെ അക്കൗണ്ട് അപ്പോസ്തലന്മാര് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണെന്ന് ഒരു മുഖവരയായിട്ട് ഈ ഗ്രന്ഥകാരൻ പറയുന്നത് കൊണ്ട് ഇതിൻ്റെ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഗ്രന്ഥകാരനായിരിക്കുന്ന ലൂക്കോസ് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെയും കർത്താവെന്ന് എഴുതിയതെന്ന്, ഈ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയതെന്ന് നമുക്ക് ഒരു ഊഹിക്കാൻ സാധിക്കും. ഇത് അനേക ചരിത്ര വിഷയങ്ങളായതുകൊണ്ട് ഇതിനകത്തൊക്കെയും അല്പ വ്യത്യാസങ്ങൾ കാണും. അതുകൊണ്ട് അതിനകത്ത് കർക്കശമായിട്ട് നമ്മൾ ഈ ഓരോ ഡേറ്റുകളോ ഈ കാര്യങ്ങളോ ചിന്തിക്കേണ്ട. എന്നാൽ ലൂക്കോസ് ആണ് ഇത് എഴുതിയത് എന്നുള്ളത് ചരിത്ര പണ്ഡിതന്മാരും വേദപണ്ഡിതന്മാരും ഒക്കെയും സമ്മതിച്ചുള്ള ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഇതിനെക്കുറിച്ചൊക്കെ ദീർഘമായി നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സമയങ്ങളെടുത്ത് പഠിക്കാം. തൽക്കാലം ഞാനൊരു മുഖവരയായിട്ട് പറയാം. അടുത്തതായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ള താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എപ്പോഴാണ് ഇത് എഴുതിയത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് അല്പകാര്യം പറഞ്ഞ് അത് മനസ്സിലാക്കാൻ ഒരു ചിന്തയാണിത്. അത് കംപ്ലീറ്റ്
നമുക്ക് എക്സാക്ട്ലി ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ അത് അധികാരത്തോടെ പറയാൻ സാധിക്കത്തില്ല. എന്നാൽ AD 70 റോമൻ ജനറൽ ആയിരിക്കുന്ന ടൈറ്റസ് യെറുശലേമിൽ വന്ന് യെറുശലേം ദേവാലയവും പട്ടണവും അദ്ദേഹം നശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഈ പട്ടണം നശിക്കും എന്നുള്ള പ്രവചനമായിട്ട് കർത്താവ് പറയുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പട്ടണം നശിച്ചു പോയി എന്നുള്ള കാര്യം ആ ലൂക്കോസിന്റെ സുവിശേഷത്തിലില്ല. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം AD 70 മുമ്പ് ആണ് എഴുതുന്നതെന്ന് അതിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പൗലോസിന്റെ നിര്യാണത്തെക്കുറിച്ച് ഈ അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. തന്റെ നിര്യാണം ഹിസ്റ്റോറിയൻസ് പറയുന്നത് AD 67 ആയിരിക്കാമെന്നാണ് അനേകർ പറയുന്നത്. എന്നാൽ അവിടെ അപ്പോസ്തല പ്രവൃത്തി അവസാനത്തെ അധ്യായം വായിക്കുമ്പോൾ താൻ റോമിലായിട്ട് അവിടെ ആയിരുന്നിട്ട് തൻ്റെ കാരാഗ്രഹ വാസത്തിന്റെ സമയത്ത് അനേകരെ കണ്ട് സുവിശേഷം അറിയിക്കുന്നതായിട്ട് കണ്ട് അപ്പോസ്തല പ്രവൃത്തി അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പൗലോസ് മരിച്ചതായിരുന്നെങ്കിൽ AD 70 മരിച്ചതായിരുന്നെങ്കിൽ അതും അതിനകത്ത് പൗലോസ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതുന്നതിന് മുമ്പ് മരിച്ചതായിരുന്നെങ്കിൽ അതും അതിൽ രേഖപ്പെടുത്തിയതിനെ. അതില്ലാത്തത് കൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് അത് നടന്നത് എന്ന്. അപ്പോൾ 67 മുമ്പാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു അനുമാനമാണ്, ഊഹമാണ്. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും AD 70 മുമ്പാണ് എഴുതിയത്. ഇതിന്റെ ഗ്രന്ഥകർത്താവ് രണ്ടിന്റെയും ഗ്രന്ഥകർത്താവ് ലൂക്കോസ് ആണ്. എഴുത്തുകാരനായ ലൂക്കോസ്, ഡോക്ടർ ആയിരിക്കുന്ന ലൂക്കോസ് ആണ് ഇത് രണ്ടും എഴുതിയതെന്ന് നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഈ പുസ്തകത്തിലെ ചില തീംസ്, അതിനെ എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നിന്ന് കിട്ടിയ വേർഡ് പ്രമേയം എന്നാണ്. അത് ശരിയാണോ ഇല്ലോ എന്ന് എനിക്കറിയാൻ വയ്യ. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് എന്താണ് ഈ പുസ്തകത്തിലെ പ്രധാന വിഷയങ്ങൾ. അതാണ് ഒരു 5-8 വിഷയങ്ങൾ, അനേക വിഷയങ്ങളുണ്ട്. എന്നാൽ ഒരു 5-8 വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ പുസ്തകത്തിൽ കാണുന്ന വിഷയം രക്ഷ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷ എന്നുള്ള വിഷയമാണ്. ഞാൻ ഇത് ഒരു 1-2 സഹോദരിമാര് ഈ 2-3 വാക്യം ഒന്ന് വായിച്ച് അതിനോട് ബന്ധത്തിൽ ഒന്ന് കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രവൃത്തിയുടെ പുസ്തകം ഒരാള് 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യവും, വേറൊരാള് 11-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യവും, വേറൊരാള് 16-ാം അധ്യായത്തിന്റെ 30-ാം വാക്യവും. 3 പേരെ ഒന്ന് വായിച്ചാൽ മലയാളത്തിൽ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവുന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ അനുതാപവും വിശ്വാസവും രക്ഷയുമുള്ള വിഷയമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി 11-ന്റെ 13, 14 ഒന്ന് വായിച്ചാൽ. വേറെ ആരും തയ്യാറായിട്ടില്ലെങ്കിൽ തയ്യാറായിട്ടുള്ളവർ വായിച്ചു. അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു. എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു. ഇവിടെ വീണ്ടും സിസ്റ്റർ, താങ്ക് യു. ഇവിടെ വീണ്ടും രക്ഷയുടെ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നീ ശീമോൻ എന്ന് പറയുന്ന പത്രോസിനെ, ഇത് കൊർന്നല്യോസിന്റെ കാര്യമാണ്. കൊർന്നല്യോസിനെ ദൂതനെ വിട്ട് അയച്ചിട്ട് കൊർന്നല്യോസിനെ പറയുകയാണ്, നീ പത്രോസ് എന്ന പേരുള്ള ശീമോനെ വരുത്തുക. അവൻ നീയും നിന്റെ കുടുംബവും എങ്ങനെ രക്ഷിക്കപ്പെടുമെന്ന് നിന്നോട് സംസാരിക്കും. പ്രൈസ് രക്ഷയുടെ വിഷയം. ഇനി 16-30 കൂടെ വായിച്ചാൽ. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. മതി. ഇത് ആ ജയിലിന്റെ നേതാവായിരിക്കുന്നയാള് ആ ഭൂമി കുലുക്കം കഴിഞ്ഞതിന് ശേഷം ആ വാതിൽ തുറന്ന് ചാടി വന്ന് അപ്പോസ്തലനായ പൗലോസിനോടും ബർന്നബാസിനോടും പറയുന്ന വിഷയമാണ്, ദേവദാസന്മാരെ, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രക്ഷ എന്നുള്ള വിഷയം ഈ അപ്പോസ്തല പ്രവർത്തികളുടെ
പ്രവൃത്തിയിലെ ഏറ്റവും വലിയ ഒരു വിഷയമാണ്. ഇതിൻ്റെ ആരംഭം മുതൽ ഇതിൻ്റെ അവസാനം വരെയും ഉള്ള എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ പാപികളെ മാനസാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുക എന്നുള്ള രക്ഷയുടെ സുവിശേഷമാണ് ഇതിൻ്റെ പ്രധാനമായ വിഷയം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ടുള്ള വേറൊരു വിഷയം ഉയർത്തവനായ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്കൊക്കെയും വെളിപ്പെട്ടു. ആ ഉയർത്തവനായ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഈ അപ്പോസ്തല പ്രവൃത്തികൾ അപ്പോസ്തലന്മാരും ഡീക്കന്മാരും പ്രവാചകന്മാരും അങ്ങനെയുള്ള എല്ലാവരും പഠിപ്പിച്ച, പൗലോസും എല്ലാം പഠിപ്പിച്ച വിഷയമാണ്. എന്ത്? കർത്താവായ യേശു ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കും. അപ്പോൾ ഉയർത്തവനായ ക്രിസ്തു എന്നുള്ളത് വേറൊരു വിഷയം. പ്രൈസ് ദി ലോർഡ്. ഇനിയും വേറൊരു വിഷയം പരിശുദ്ധ ദ കമ്മിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ച് അനേക കാര്യങ്ങൾ സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വരവ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികള്, പരിശുദ്ധാത്മാവിന്റെ നേതൃത്വം, അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വളരെയധികം വിപുലമായിട്ട് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കേണ്ട. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും 14 മുതൽ 21 വാക്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് വളരെയധികം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്ന വിഷയമാണ് ജയോത്സവമായ സഭ. പ്രൈസ് ദി ലോർഡ്. അനേകമായ പെർസിക്യൂഷൻസും കഷ്ടതകളും ദാരിദ്ര്യവും പ്രയാസങ്ങളും ഒക്കെയും ഉണ്ടെങ്കിലും പാതാള ഗോപുരങ്ങൾ എൻ്റെ സഭയെ ജയിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞതുപോലെ സഭ ജയോത്സവമായിട്ട് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു 3-4 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും നിങ്ങൾ ഇതെടുത്തോര് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 46-47 വാക്യങ്ങളും, വേറെ 3 പേര്, ഒരാള് 5:28, വേറൊരാള് 6:7, വേറൊരാള് 8:6-7, വേറൊരാൾ 9:31 കൂടെ വായിച്ചാണ്. ഒരുവനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് ആദിമ സഭയെ കുറിച്ച് പറയുമ്പോൾ അവര് ആ മാളിക മുറിയിൽ അവരപ്പം നുറുക്കി ജയോത്സവമായിട്ട് കർത്താവിനെ ഒരുമനയോടെ ആരാധിച്ച് സന്തോഷിച്ച് ദൈവത്തെ ആരാധിച്ച് പോകുന്ന ഒരു സഭയാണ് നമ്മൾ അവിടെ കാണുന്നത്. 150ഓളം പേരെ ഉള്ളായിരുന്നെങ്കിലും അതിശക്തമായ ഒരു സഭ, സകലരും ഏക മനസ്സോടെയുള്ള ഒരു സഭ, സന്തോഷത്തോടെയുള്ള ഒരു സഭ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമെന്നാൽ ഞാൻ കാണിക്കുന്നത് ഒരു ട്രയംഫൻ ചർച്ച്, ഈ സഭ ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭ ഒരു ജയോത്സവമായ സഭയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി 5:22 വായിച്ചാട്ടെ. ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് 1-ാം അധ്യായത്തിൽ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് യെരൂശലേമിലും യഹൂദ്യയിലും ശമറിയയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ 5-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ ഇവർക്കെതിരായിട്ടുള്ള യഹൂദ നേതാക്കന്മാര് പറയുന്ന ഒരു വാക്യമാണ് നിങ്ങൾ വായിച്ചത്. നിങ്ങളോ ഈ യെരൂശലേമിനെ മുഴുവനും ഈ ഡോക്ടറിൻ കൊണ്ട് ഇതാ നിറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്കെതിരായിട്ട് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ദൈവമക്കളെ, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ചുരുങ്ങിയ നാളുകൊണ്ട് യെരൂശലേം മുഴുവനും ആ രക്ഷയുടെ സുവിശേഷവുമായിട്ട്, യേശു ക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് അവർ പോയി. ടു ദ എക്സ്റ്റെന്റ് the leaders of the Jewish nation says that you have filled Jerusalem with this doctrine. ഈ ഡോക്ടറിൻ കൊണ്ട് നിങ്ങൾ യെരൂശലേമിനെ നിറച്ചു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, അല്ലെ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. നമ്മൾ താമസിക്കുന്ന പട്ടണത്തിൽ
ആ പട്ടണത്തെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ സുവിശേഷവും ഡോക്ടറുമായിട്ട് അതിനെ മുഴുവനും ഇളക്കുവാൻ നമ്മൾ ആരെ കൊണ്ടെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ പഠനത്തിന്റെ ഈ സമയത്ത് ഇന്ന് നമ്മൾ കേട്ടതുപോലെ ഇതുപോലെ ദൈവജനം ആ യെരുശലേമിനെ ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഡോക്ടറിനെ കൊണ്ട് നിറച്ചതുപോലെ കർത്താവെ, ഞാൻ താമസിക്കുന്ന പട്ടണം, ഞാൻ താമസിക്കുന്ന ഗ്രാമപ്രദേശം, ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങള് ദൈവ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവെ എന്നെ ഒരുക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈ ഉയർത്തി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവെ, ഈ പഠനത്തിൽ കൂടി ഞാൻ കർത്താവിന്റെ ദൗത്യം, ഹല്ലേലൂയ, കർത്താവിന്റെ സുവിശേഷം ഉണ്ട് എൻ്റെ പട്ടണത്തെ നിറയ്ക്കുവാനുള്ള സ്വർഗീയ കൃപ എൻ്റെ മേൽ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി 6:7 വായിച്ചാൽ. ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അത് സഭ അങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ ദിവസം 3000 പേര് സഭയിലേക്ക് വന്നു, പിന്നെ 5000 പേര് വന്നു. ഇപ്പൊ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് അനേകർ കർത്താവിലേക്ക് വന്നു. തന്നെയല്ല, ഇതേവരെ വരാത്ത ഒരു കൂട്ടം ഈ നമ്മുടെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പരീശന്മാരും ശാസ്ത്രികളും ആയിട്ടുള്ള അവരും ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സഭ ജയോത്സവമായിട്ട് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി 8:6 കൂടെ വായിച്ചാൽ. ചെയ്യാൻ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഇതാ അപ്പോസ്തലൻ അല്ല, ഒരു ഡീക്കനായിരുന്ന മേശയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഫിലിപ്പോസ് അവൻ ശമറിയാൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഭൂതങ്ങൾ അലറി ഓടിപ്പോയി, അനേക പക്ഷപാതക്കാർ സൗഖ്യമായി. അങ്ങനെ ശമരിയ പട്ടണം മുഴുവനും സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രവചനം ഇവിടെ വീണ്ടും അത് സഫലമാകുകയാണ്. യെരുശലേമിലും യഹൂദിയായാലും ശമറിയായാലും പ്രൈസ് ദി ലോർഡ്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇതാ ദൈവസഭ ആ യെരുശലേമിൽ മാത്രമല്ല, യഹൂദിയാൽ മാത്രമല്ല, ഇപ്പോൾ ഇതാ ശമറിയയിലേക്കും വ്യാപരിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ആ പട്ടണം മുഴുവൻ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവിടെയുള്ള രോഗശാന്തിയും ഭൂതങ്ങളുടെ പോക്കും എല്ലാം കണ്ട് ആ ജനം സന്തോഷിക്കുകയാണ്. ദൈവത്തിന്റെ പൈതലേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ ബൈബിൾ സ്കൂളിൽ നീ ചേർന്നതിന്റെ ഉദ്ദേശം ഇത് ഒരു ജ്ഞാനം സമ്പാദിച്ച് വീട്ടിൽ ഇരിക്കുക എന്ന് മാത്രമല്ല, പിന്നെയോ നമ്മൾ പാർക്കുന്നതായ പട്ടണത്തിൽ ദൈവശബ്ദം കേൾക്കട്ടെ, പാപികൾ മാനസാന്തരപ്പെടട്ടെ, രോഗികൾക്ക് സൗഖ്യമാകട്ടെ, മുടന്തര് നടക്കട്ടെ, ചെകിരര് കേൾക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ വേണ്ടി ഈ സമയങ്ങൾ ദൈവസ്ഥ പ്രാർത്ഥനയോടെ ഇരുന്നാൽ ദൈവം നിങ്ങളെയും ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒരു വാക്യം കൂടെ വായിച്ചു നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. 9-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. യഹൂദ്യ ഗലീല ശമര്യ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. ആത്മികവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ സംബന്ധത്തിലും സ്വവാസത്തിലും സന്തോഷത്തോടെ സഭ എന്ത് ചെയ്തിരുന്ന പറഞ്ഞ പെരുകിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പെരുകുന്ന അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പൈതലേ, ഇതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് ഇത് ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ സഭകളും ഇതുപോലെ വളരുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ സഭകളിലും ഇതുപോലെ സന്തോഷവും പട്ടണത്തിൽ സന്തോഷവും ഉണ്ടാകും. നമ്മുടെ സഭയുടെ പ്രവർത്തനത്തിൽ കൂടി അനേക രോഗികൾ സൗഖ്യമാക്കുവാനും പിന്മാറ്റക്കാർ മടങ്ങി വരുവാനും പാപികൾ മനസ്സാന്തരപ്പെടുവാനും ഭൂതങ്ങൾ വിട്ടുപോകുവാനും നമ്മുടെ സഭകൾ ഈ ദിവസങ്ങളിലായിട്ട് രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവജനം ഇന്ന് രാത്രി സമർപ്പിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വേറൊരു വിഷയം, പെർസിക്യൂട്ടർ ചർച്ചിന്റെ അനവധിയായ പെർസിക്യൂഷൻസ് നമുക്ക് ഇവിടെ കാണാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വേറൊരു വിഷയം, ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ ഏറ്റവും ഒരു വിഷയമാണ് ശൗലിന്റെ പരിവർത്തനം. ശൗല്
അപ്പോസ്തലനായ പൗലോസായിട്ട് മാറുന്ന അത് പ്രൈസറോട് ഈ നാൾ വരെ സഭ ഇപ്പം നമ്മൾ കണ്ടല്ലോ യെരുശലേമിലും യഹൂദ്യയിലും ശമറിയയിലും ആയിരുന്നു. എന്നാൽ ശൗലും മാനസാന്തരപ്പെട്ട വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സഭ അവിടുന്ന് വിദേശങ്ങളിലേക്ക് പോകാൻ ഇടയായി തീർന്നു. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് അവരെ അനുഗ്രഹിച്ച് അയച്ച് ലോകം മുഴുവനും അന്നറിയപ്പെടുന്ന ലോകം മുഴുവനും സുവിശേഷം കൊണ്ട് നിറയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതൃകം അങ്ങനെ നമ്മുടെ കർത്താവ് പറഞ്ഞ ആ പ്രവചനം നിങ്ങൾ യഹൂദിയായാലും യെരുശലേമിലും യഹൂദിയായാലും ശമറിയായാലും ഭൂലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവീൻ എന്ന് പറഞ്ഞത് അത് നടന്നു. ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭ ആ ദൗത്യം തീർത്തുവെന്ന് ആണ് ഈ പുസ്തക കർത്താവായിരിക്കുന്ന ഗ്രന്ഥകാരനായിരിക്കുന്ന ലൂക്കോസ് നമുക്ക് കാണിച്ചു തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ നമുക്ക് ഉള്ള വിഷയങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ അനവധിയായിട്ട് കാണാൻ സാധിക്കും. അനവധിയായ അത്ഭുതങ്ങൾ. ഇത് preach, it is not, the gospel is not only preached but it is also demonstrated. വചനം പറയുക മാത്രമല്ല അത് സ്ഥിരീകരിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ സഭകൾ ഈ ദിവസങ്ങളിൽ ആ ഒരു അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടട്ടെ. ഈ വിഷയങ്ങളൊക്കെയാണ് ഇനിയും അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ പഠിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും 1-ാം അധ്യായത്തിലേക്ക് കടന്നു വന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഓൾമോസ്റ്റ് ആ സമയത്തിലേക്ക് അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അപ്പോസ്തലർ പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ആരെങ്കിലും ഒരാൾ വായിച്ചാൽ. താൻ ജീവിച്ചിരിക്കുന്നു എന്ന ഒരു ദൃഷ്ടാന്തം ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള 50 ദിവസങ്ങളിൽ താൻ ഈ ലോകത്തിൽ 40 ദിവസത്തിൽ താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ എന്ത് കാര്യങ്ങളാണ് ചെയ്തത് എന്നാണ് ഇവിടുത്തെ ഒരു വിഷയം, 1-ാം അധ്യായത്തിന്റെ ഒരു വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന് ശേഷമുള്ള 50 ദിവസങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രവൃത്തികൾ. പ്രൈസ് ദി ലോർഡ്. അതാണ് 1-ാം അധ്യായത്തിലെ ഒരു പ്രധാന വിഷയം. അതിലെ പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ചത്, പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. മതി സിസ്റ്റർ, താങ്ക് യു. അവൻ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അത് മതി. താങ്ക് യു. 5-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഇപ്രകാരം ഇരിക്കുന്നു, യോഹന്നാനോ അവൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, എന്നാൽ യു വിൽ ബി ബാപ്റ്റൈസ്ഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങള് അങ്ങനെ ഓക്കെ. അത് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുന്നത് പറയുന്നതിന് മുമ്പേ ഈ യേശുക്രിസ്തു ഈ 40 ദിവസം അനേക പ്രാവശ്യങ്ങൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവരാജ്യത്തെ കുറിച്ച് അവരെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഈ ശിഷ്യന്മാർക്ക് ഒരു ചോദ്യമുണ്ട്, കർത്താവേ, അപ്പോൾ എപ്പോഴാണ് നീ ഈ രാജ്യം ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ രാജ്യം എപ്പോഴാണ് അതൊന്ന് യഥാസ്ഥാനപ്പെടുത്തി തരുന്നത് എന്ന് പറഞ്ഞാൽ, വെൻ വുഡ് യു റിസ്റ്റോർ ദ കിങ്ഡം ടു ഇസ്രായേൽ? ഇപ്പോൾ അവരെ ഭരിക്കുന്നത് റോമൻ സാമ്രാജ്യമാണ്. എന്നാൽ അവരുടെ ഈ ഭരണത്തിൽ നിന്ന് കർത്താവേ, നിന്റെ രാജ്യം ഇസ്രായേലിൽ നിന്ന് എന്ന് അത് യഥാസ്ഥാനപ്പെടുത്തും എന്ന ഒരു ചോദ്യം ഇതിൻ്റെ ഇടയിൽ ഉണ്ടായി. ആ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് കർത്താവ് അടുത്ത ചില വാക്യങ്ങൾ പറയുന്നത്. ആ വിഷയം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല,
അത് പിതാവിന്റെ കയ്യിലിരിക്കുന്ന ഒരു വിഷയമാണെന്ന് നിങ്ങളോ നിങ്ങൾ ശക്തി പ്രാപിച്ചവരായിട്ട് യെരൂശലേമിലും യഹൂദിയായാലും ശമറിയായാലും ഭൂലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും വലിയ ഒരു വിഷയമാണ് അത്. നമ്മൾ പലരും അനേക കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നമ്മുടെ സമയങ്ങളിൽ ചിലവഴിക്കും. എന്നാൽ ഇന്ന് പൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ ഒന്ന് മുഴങ്ങുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ ശബ്ദം? മറ്റുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ശ്രദ്ധ എന്തായിരിക്കണം? നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഒരു വാക്യം പ്രൈസിലുള്ള അതിന്റെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചായിട്ട്. പ്രൈസിലുള്ള 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ വായിച്ചാട്ടെ. നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാവും എന്ന് പറഞ്ഞു. ആകും. മതി. താങ്ക് യു സിസ്റ്റേഴ്സ്. വളരെ സന്തോഷം നിങ്ങൾ എല്ലാവരും വായിക്കാൻ ജാഗ്രതയോടെ ഇരിക്കുന്നതിനായിട്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നിടം വരെ നിങ്ങൾ യെരൂശലേമിൽ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലെ ഒരു കാര്യം ഓർത്തോണം. സുവിശേഷം പറയാൻ പോകുന്ന വ്യക്തി ഒരു വിറ്റ്നസ്, കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് മറ്റുള്ളവരോട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു വിഷയമാണ് കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് അത്? നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശക്തി എന്ന് പറയുന്ന പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം. ഈ പരിശുദ്ധാത്മ സ്നാനം നമ്മൾ പ്രാപിച്ചിട്ട് വേണം സാക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പോകാൻ വേണ്ടി. ഹല്ലേലൂയ. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നതാണ് നാം ഓരോരുത്തരും സുവിശേഷം പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരും ഒരു വാക്യം കൂടെ അതിനുള്ള ബന്ധത്തിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചില വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 15-ാം വാക്യം, 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, go into all the world and preach the gospel to every creature. He who believes and is baptized will be saved, but he who does not believe will be condemned. And these signs will follow those who believe in my name. They will cast out demons. They will speak with new tongues. And 20-ാം വാക്യത്തോട് വരുമ്പോൾ എഴുതിയിരിക്കുന്നു, and they went out and preached everywhere, the Lord working with them and confirming the word through accompanying signs. ഇവിടെ ആരോടാണ് സുവിശേഷം പറയാൻ പോകാൻ പറഞ്ഞത്? ആരോടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? Those who believe. ഇതാ എഴുതിയിട്ടുണ്ട്. And the 17-ാം വാക്യം, 16-ാം അധ്യായത്തിന്റെ 17-ാം. ഭൂതങ്ങളെ പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആരാലാണ് അത്ഭുതം നടക്കുമെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്? വിശ്വസിക്കുന്നവരാൽ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരാ വിശ്വസിക്കുന്നവരുടെ പേരെന്തുവാ? വിശ്വസിക്കുന്നവരുടെ പേരെന്തുവാ? വിശ്വാസികൾ. വിശ്വസിക്കുന്നവരുടെ പേരാണ് വിശ്വാസികൾ. അപ്പോൾ ഈ അത്ഭുതം നടക്കുന്നത് ആരാലാണെന്നാ പറഞ്ഞേക്കുന്നത്? വിശ്വാസികളാണ്. മാത്രമല്ല, അപ്പോസ്തലന്മാർ മാത്രമല്ല, വിശ്വാസികളാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വിശ്വാസികളോട് പോയി സുവിശേഷം പറയിക്കാൻ. അതിന് 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, they went out and preached everywhere. അവര്
പോയി അവർ പുറപ്പെട്ടു. എല്ലായിടത്തും സുവിശേഷം അറിയിച്ചു. പ്രസംഗിച്ചു. And the Lord working with them, കർത്താവ് അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു. എങ്ങനെ പ്രവർത്തിച്ചു? അവര് പറഞ്ഞ വാക്കുകള് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അതിനെ സ്ഥിരീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിന്റെ പൈതലേ, ഇവിടെ ഈ ബൈബിൾ സ്കൂളിൽ രജിസ്റ്റർ ചെയ്ത് ഈ പഠിക്കുന്ന എല്ലാവരും പ്രൈസ് ദി ലോർഡ് വിശ്വാസികളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ആമേൻ പറഞ്ഞാൽ വിശ്വാസികളാണെങ്കിലേ എല്ലാ വിശ്വാസികളും പ്രൈസ് ദി ലോർഡ് സുവിശേഷം പറയാൻ ബാധ്യതരാണ്. പ്രൈസ് ദി ലോർഡ്. അതൊന്ന്. രണ്ടാമത്, നിങ്ങൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ അപ്പോസ്തലന്മാരുടെ കൂടെയും ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ കൂടെയും കർത്താവ് ഇരുന്ന് അവരോടുകൂടി പ്രവർത്തിച്ചതുപോലെ തന്നെ നമ്മളുടെ കൂടെ ഇരുന്നും പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ആ പ്രവർത്തനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കാണും. ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയാം. പാസ്റ്റർ ലാലു ജേക്കബ് എനിക്ക് വളരെ വർഷങ്ങളായിട്ട്, ഓൾമോസ്റ്റ് ഇത്ര വർഷങ്ങൾ 50 വർഷത്തോളം പരിചയമുള്ള ഒരു വ്യക്തിയാണ്. കൂരോപ്പട യശൻപുരം എന്ന സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷകൾക്ക് വേണ്ടി പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഞാൻ അന്ന് ഒരു വിശ്വാസിയായിട്ട് 2 ആഴ്ച 3 ആഴ്ചയായിട്ടുള്ളൂ. എന്നാൽ ഈ വചനം എന്നെ ധൈര്യപ്പെടുത്തി. ഞാൻ സുവിശേഷം പറയേണ്ടത് ദൈവത്തിന്റെ താല്പര്യമാണെന്നും ആ സുവിശേഷം ഞാൻ പറയുമ്പോൾ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കുമെന്നും അത്ഭുതങ്ങളും അടയാളങ്ങളുണ്ട് കർത്താവ് തന്റെ വചനത്തെ സ്ഥിരീകരിക്കുമെന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ സുവിശേഷം പറയാൻ വേണ്ടി പോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിങ്ങിന്റെ അവസാനം ആ വീട്ടിലെ അമ്മച്ചി ഒരാളെ എൻ്റെ അരികിൽ കൊണ്ടുവന്ന ഒരു സ്ത്രീയാണ്. അവരുടെ കയ്യിൽ കുഞ്ഞുമുണ്ടായെന്ന് പറഞ്ഞു. ഈ പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ആസ്മയുടെ പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. പാസ്റ്റർ പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞാൻ അവരുടെ തലമേൽ എൻ്റെ കൈവച്ചു പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണടച്ചാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ കൈയുടെ അടിയിൽ അവരുടെ ഇങ്ങനെ തല ഇങ്ങനെ ആടുകയായിരുന്നു. ഞാൻ എൻ്റെ കണ്ണ് തുറന്നില്ല. എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഈ കുഞ്ഞ് അവരുടെ കയ്യിലില്ല. ഇവര് ഒരു മൂർഖം പാമ്പ് ഇങ്ങനെ തലയിട്ടാടുന്ന പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുഖത്തേക്ക് മുഴുവൻ ഒരു കരിയുടെ അതുപോലുള്ള കറപ്പായി തീർന്നു. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇത് പിശാച് ബാധിച്ച സ്ത്രീയാണ്. നീ പിശാചിനെ അതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചി നീ ഇവളെ വിട്ടുപോകാൻ കൽപ്പിച്ചു. ആ പറഞ്ഞ സമയം ഈ കർത്താവിന്റെ ഹൃദയത്തിൽ തന്നെ അതോടുകൂടി തന്നെ ഒരു വലിയ സ്വർഗീയ ശക്തി എൻ്റെ മേൽ വന്നു. ആ ശക്തിയോടെ ഞാൻ ആ പിശാചിനെ ശാസിച്ചു. ആ പ്രിയപ്പെട്ടവൾ അവിടെ വീണ് കിടന്ന് കുറച്ചു നേരം ഒന്ന് കറങ്ങിയിട്ട് അവൾ എഴുന്നേറ്റ് വന്നു. അതിനുശേഷം അവൾക്ക് ഒരിക്കൽ പോലും ആസ്മയുടെ അസുഖം ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ്? വിശ്വാസികളാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെല്ലാം കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, പ്രവർത്തനത്തിന് വേണ്ടി, സുവിശേഷത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, സുവിശേഷത്തിന്റെ ഘോഷത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അവനെ പ്രവൃത്തികളാലും നിങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം അവൻ സ്ഥിരീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ സാക്ഷികളാകുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും ഒരു വാക്യങ്ങളുടെ ഇതുകൊണ്ട് കാര്യങ്ങൾ പറയാം. പ്രൈസ് ദി ലോർഡ്. പിന്നീടുള്ള ഈ 1-ാം അധ്യായത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. റെസ്റ്റോറേഷൻ, അതിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. സാക്ഷികളാകുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം 40 ദിവസത്തിന് അവസാനമായിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു ആ 1-ാം അധ്യായത്തിൽ. അതിനുശേഷമായിട്ട് 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മുമ്പേ നമ്മൾ വായിച്ച ഭാഗമാണ്. മാളിക മുറിയിൽ, മർക്കോസിന്റെ മാളിക മുറിയിൽ ആ ആദ്യ സഭ ഒരുമനയോടെ അവർ കർത്താവിനെ ആരാധിച്ചു. ഒരുമനയോടെ അവർ ആഹാരം കഴിച്ചു. ഒരുമനയോടെ അവരെ പ്രവർത്തിച്ച് അവരെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ശേഷമായിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ
യൂദായുടെ സ്ഥാനത്ത് നഷ്ടപ്പെട്ടു പോയ അപ്പോസ്തോലിക സ്ഥാനം, അതിനുവേണ്ടി പത്രോസിന്റെ നേതൃത്വത്തിൽ വേറൊരു അപ്പോസ്തോലിനെ തെരഞ്ഞെടുക്കുന്ന കാര്യമാണ് ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് എഴുതിയിരിക്കുന്നത്. അവസാനമാകുമ്പോഴത്തേക്ക് മത്യാസിനെ 12ാമത്തെ അപ്പോസ്തലനായി തിരഞ്ഞെടുക്കുവാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ പൈതലെ ചെറിയ ഒരു കാലയളവുള്ളിൽ ഹല്ലേലൂയ വെറും നിസാരമായിരിക്കുന്ന ഒരു ജനക്കൂട്ടം, പ്രൈസ് ദി ലോർഡ്, യെരൂശലേമിനെ കർത്താവിന്റെ സുവിശേഷം കൊണ്ട് നിറയ്ക്കുവാനും അനേക ആയിരങ്ങൾ കർത്താവിലേക്ക് വരുവാനും രോഗികൾ സൗഖ്യമാകുവാനും അങ്ങനെ ഭൂതങ്ങൾ വിട്ടുപോകാനും ആ സ്ഥലത്തെല്ലാം വലിയ സന്തോഷം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ കാഹളം ഇതാ യെരൂശലേമിൽ ആരംഭിച്ചിരിക്കുകയാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ 1-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഞാന് ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 6 മിനിറ്റ് ഉണ്ട്. നമുക്ക് സമയം തീരുന്നതിന് മുമ്പ് കുവൈറ്റിൽ നിന്ന് സാലി സിസ്റ്റർ ഈ മീറ്റിങ്ങിലുണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പ്രിയ സഹോദരി, കഴിഞ്ഞ ദിവസം ഈ ബൈബിൾ സ്കൂൾ ആരംഭിച്ചതിന് ശേഷം എനിക്കൊരു മെസ്സേജ് അയച്ചു. അത് ഞാൻ നിങ്ങളോട് പറയാം. പുള്ളിക്കാരത്തി പറഞ്ഞത് വേറൊരു പ്രാവശ്യം സാക്ഷ്യമായിട്ട് പുള്ളിക്കാരത്തി തന്നെ പറയും. പ്രൈസ് ദി ലോർഡ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആഹ്വാനം ഞാൻ കൊടുത്തു, നിങ്ങൾ സുവിശേഷം പറയാൻ പോകണമെന്നൊരു ആഹ്വാനം കൊടുത്തപ്പോൾ അത് തൻ്റെ ഹൃദയത്തെ, സാലിയുടെ ഹൃദയത്തെ അത് സ്പർശിക്കുകയും ആ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ആ പ്രിയപ്പെട്ടവളെ തയ്യാറെടുക്കുകയും സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമായിട്ട് തൻ്റെ ഭവനത്തിൻ്റെ മുകളിൽ ഒരു നിലയും കൂടെ കെട്ടി ഒരു പ്രാർത്ഥനാലയം അവിടെ പണിയുവാനും കർത്താവ് അവൾക്കിടയായി. അതാണ് ഈ പഠിപ്പീര് കൊണ്ട് നടക്കേണ്ടത്. ഞാനത് നിങ്ങൾക്കൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് പൈതൽ, ഇത് ജ്ഞാനം വർദ്ധിക്കുന്ന മാത്രമുള്ളൊരു മാധ്യമമായി മാറ്റാതെ, പ്രൈസ് ദി ലോർഡ്, സുവിശേഷത്തിന്റെ വിപുലത്തിന് വേണ്ടി സഭകൾ അനേകങ്ങൾ ഉണ്ടാകാൻ തക്കവണ്ണം, അനേക പാപികൾ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം ഒരു കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട്, വിടുതലിന്റെ സുവിശേഷവുമായിട്ട് നമുക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രിയപ്പെട്ടവളുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ ഇതിനകത്ത് ഏകദേശം 500 വിശ്വാസികൾ ഈ ബൈബിൾ സ്കൂളിൽ ഉണ്ട്. നിങ്ങൾ എല്ലാവരും നിങ്ങൾ താമസിക്കുന്ന പട്ടണം ദൈവത്തിന്റെ സുവിശേഷം കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ക്ലാസ് പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ ആ പ്രകടനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇന്ന് രാത്രി ഈ വാക്യം ഒന്നുകൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ഒരുമനയോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമറിയായാലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അതാണ് ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രാർത്ഥന. നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. അന്ന് മുതലേ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ മുമ്പോട്ട് ഇറങ്ങി. ജോലിയുള്ള ബന്ധത്തിൽ ആ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളുടെ പ്രിയങ്കരനായിരിക്കുന്ന പാസ്റ്റർ ലാലു ജേക്കബ് വിശ്വാസത്തിലേക്ക് വരുന്ന സമയം. അവർ കുടുംബമായിട്ട് 2 സഹോദരിമാരും അദ്ദേഹവും കുടുംബമായിട്ട് ആ സമയത്ത് കർത്താവിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഇന്ന് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ നോക്ക്. അതുപോലെയുള്ള അനേകരെ അന്നത്തെ പ്രവർത്തനത്തിൽ മുമ്പോട്ട് വന്നവരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് സുവിശേഷം അറിയിക്കുന്നു. ഇത്രത്തോളം എനിക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളും സുവിശേഷം അറിയിക്കുവാനും ഞങ്ങൾ താമസിക്കുന്ന ഈ ചർച്ച പട്ടണത്തിൽ ഒരു ആലയം പണിയുവാനും ഇവിടെ ഒരു സഭ ആരംഭിക്കുവാനും ഈ സഭയുടെ കേറോപ്പിൽ അനേക സ്ഥലങ്ങളിൽ പല സഭകൾ പോയി പ്രവർത്തിക്കുവാനും ഔട്ട്റീച്ചുകൾ നടത്തുവാനും കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാനും ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത ഈ 6 മാസം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനം പഠിക്കാം. പഠിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മളെല്ലാവരും കർത്താവിന്റെ സാക്ഷികളായിരിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഇന്ന് പകൽക്കാലത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.
നമുക്ക് 2-3 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ലാലു പാസ്റ്ററെ, സമയമുണ്ടോ? 2 മിനിറ്റ് ഉണ്ടോ? കുഴപ്പമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആരുമില്ലാന്ന് വിചാരിക്കുന്നു. കർത്താവ് പറഞ്ഞത് ചോദിക്കാൻ വേണ്ടിയായിരുന്നോ? ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ലാലു പാസ്റ്ററെ, ഐ ആം ടേണിംഗ് ഇറ്റ് ബാക്ക് ടു യു. ആർക്കും സംശയം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എന്റെ സാക്ഷികളാകുകയും എന്നുള്ള ഈ ആശയം ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ് എടുക്കുവാൻ ഇടയായി തീർന്നു. നമ്മളൊക്കെയും ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തെടുപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളുടെ ആത്യന്തികമായ ആഗ്രഹവും ഈ ഒരു ക്ലാസിന്റെ ഒരു ആവശ്യവും അത് തന്നെയാണ്. നിങ്ങളെ എല്ലാം അപ്രകാരമാക്കി തീർക്കട്ടെ. ആദ്യത്തെ ക്ലാസ് തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി നമ്മളിൽ നടക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നാളെ വൈകിട്ട് 9 മണിക്ക് ക്ലാസ്, ഇന്ത്യൻ ടൈം 9 മണിക്ക് ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. അവസാനമായി കർത്താവിന്റെ ദാസൻ മറിയപ്പള്ളിയിൽ നിന്നുള്ള കർത്താവിന്റെ ദാസൻ തോമസ് പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ കർത്താവെ പ്രാരംഭം ബൈബിൾ പഠനം കർത്താവെ ഇത്രത്തോളം അനുഗ്രഹമാക്കി തന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്നത്തെ ക്ലാസ്സിൽ അവിടുന്ന് പരിവർത്തിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകനെ ദൈവം അവിടുന്ന് ശക്തിയോടെ അവിടുന്ന് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ തീരുമാനത്തോടെ സമർപ്പണത്തോടെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് കർത്താവെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ സ്തോത്രം. ഈ ബൈബിൾ കോളേജിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, വൈസ് പ്രസിഡന്റിനായി, പ്രിൻസിപ്പാളിനായി, ഡീനായി, ബോർഡ് മെമ്പേഴ്സിനായി, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി ജോയിൻ ചെയ്ത അങ്ങയുടെ അഭിഷക്തന്മാർക്കായി, സഹോദരന്മാർക്കായി, സഹോദരിമാർക്കായി എല്ലാവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ എല്ലാവരെയും ദൈവം ശക്തിയോടെ ഉപയോഗിക്കണമേ. ഇന്ന് രാത്രി എടുത്ത തീരുമാനപ്രകാരം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുന്നുള്ള അവിടുത്തെ വചനപ്രകാരം കർത്താവിന് വേണ്ടി ഉത്തമ സാക്ഷികളായി തീരുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവ സാന്നിധ്യത്താൽ അവിടുന്ന് നിറയ്ക്കണം. നിങ്ങളുടെ ദൈവദാസന്മാരെ ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുന്ന് സകലവും അനുഗ്രഹമാക്കി തന്നതിനായി സ്തോത്രം. സകല മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. വൺസ് അഗൈൻ എല്ലാവർക്കും നന്ദി. നമുക്ക് ആശീർവാദത്തോടെ ഇന്ന് പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളോടുകൂടെയും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടുകൂടെയും ഇന്ന് വരെ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. God bless you all. Thank you. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, ക്ലാസ് തുടങ്ങിയെന്ന് വെച്ച് നോ പ്രോബ്ലം, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ജോയിൻ ചെയ്യിക്കുക. നമ്മുടെ യൂട്യൂബിൽ ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഇന്റിമേഷൻ വരും. അതൊരു അനുഗ്രഹമായി തീരും. എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. നാളെ വൈകിട്ട് 9 മണിക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും